വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ വീട്ടിലുള്ള ഇഞ്ചി വെച്ച് ഇതുപോലൊരു ചട്ടിക്കകത്ത് നമുക്ക് ഇഞ്ചി വളർത്തിയെടുക്കാം. ഇങ്ങനെ വളർത്തിയെടുക്കുന്നതിലൂടെ നമ്മുടെ കറിക്ക് ആവശ്യമായ ഇഞ്ചി ദിവസവും ഇതിൽ നിന്ന് മുറിച്ചെടുക്കുകയും ചെയ്യാം. ബാക്കിയുള്ളവ ആ മണ്ണിൽ തന്നെ വീണ്ടും കിളിർത്ത് വരികയും ചെയ്യും. അപ്പോൾ അതിനുവേണ്ടി ഇതുപോലൊരു ചട്ടിക്കകത്ത് നമുക്ക് കരിയില നിറച്ച് കൊടുക്കാം. അതിന് മുകളിലേക്ക് പച്ച പുല്ല് ഇട്ട് കൊടുക്കാം. ഇനി ഇതല്ല മണ്ണ് മാത്രമാണ് നിറക്കുന്നതെങ്കിൽ നല്ല നീർവാർച്ചയുള്ള മണ്ണ് നമുക്ക് മുഴുവനായി നിറച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ മണ്ണിൻ്റെ ഉപയോഗം കുറക്കാൻ വേണ്ടിയാണ് ഞാൻ അടിയിൽ ഒരുപാട് കരിയിലകൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി അതിന് മുകളിലേക്ക് ജൈവവളം ഏത് വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ചാണകപ്പൊടി, കോഴിക്കാഷ്ടം, ആട്ടിൻ കാഷ്ടം പൊടിച്ചത്, സൂപ്പർ മീൽ, അങ്ങനെ ഏത് ജൈവവളം വേണമെങ്കിലും നമുക്കിതിലിട്ട് കൊടുക്കാവുന്നതാണ്. അതിന് മുകളിലേക്കാണ് മണ്ണിട്ട് കൊടുക്കുന്നത്. അതല്ലെങ്കിൽ നമുക്ക് മണ്ണിൻ്റെ കൂടെ തന്നെ ഈ വളങ്ങളെല്ലാം മിക്സ് ചെയ്ത് ഈ ചട്ടിക്കകത്ത് നിറയ്ക്കാവുന്നതാണ്. ഇങ്ങനെ മണ്ണിട്ട് കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് മുട്ടത്തോട് പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ മുട്ടത്തോട് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ മണ്ണിലുള്ള എയർ സർക്കുലേഷൻ കൂടും. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മുട്ടയുടെ തൊണ്ട് ഇതേപോലെ ഒന്ന് ഉണക്കി പൊടിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിന് മുകളിലേക്ക് ഒരു ലെയർ കൂടെ മണ്ണിട്ടിട്ടാണ് ഞാൻ ഇഞ്ചി നട്ട് കൊടുക്കുന്നത്. നടാനുള്ള ഇഞ്ചി വിത്ത് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കറിക്ക് വാങ്ങിക്കുന്ന ഇഞ്ചി തന്നെ നമുക്ക് നട്ട് കൊടുക്കാം. അത് മുഴുവനായോ നട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ചെറിയ കഷ്ണം നട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് മുളച്ച് വന്ന 2 ഇഞ്ചി കഷ്ണങ്ങളാണ് നട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ മുള നമ്മൾ മുകളിലേക്കാക്കി വെറുതെ ഒന്ന് വെച്ച് കൊടുത്താൽ മതിയാവും. ഇങ്ങനെ വെച്ച് കൊടുത്താൽ തന്നെ ഒരു 2-3 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഈ മുള ചെറുതായി വളർന്നു വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഏകദേശം 2-3 മാസം എടുക്കും നമ്മളിപ്പം ആദ്യം കാണിച്ച ചട്ടിയിലത്തെ പോലെ വളർന്നു വരാൻ. അങ്ങനെ ആയതിനു ശേഷം നമുക്ക് പിന്നെ ദിവസവും അതിൽ നിന്ന് മുറിച്ചെടുക്കാവുന്നതാണ്. ഈ ഇഞ്ചി ഇപ്പം നട്ടിരിക്കുന്ന ഇഞ്ചി നശിച്ചു പോയതിന് ശേഷമാണ് നമ്മൾ ആ മുളയ്ക്കകത്ത് നിന്നും പുതിയ ഇഞ്ചികൾ ഉണ്ടാവുന്നത്. പുതിയ ഇഞ്ചികൾ ഉണ്ടായി വന്നതിന് ശേഷം ആ തണ്ട് ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ നനച്ച് കൊടുക്കുമ്പോൾ പുതിയ മുളകൾ വരും. അപ്പോൾ ആ സമയം മുതൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു മൂത്തിരിക്കുന്ന ഇഞ്ചി അതിനകത്ത് നിന്ന് മുറിച്ചെടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ചട്ടിക്കകത്തുള്ള ഇഞ്ചി എടുത്ത് ഞാൻ കാണിച്ചു തരാം ഇതിപ്പോൾ എത്ര വലിപ്പം വെച്ചിട്ടുണ്ട് എന്നുള്ളത്. ഇത് ഏകദേശം ഒരു 4 മാസമായ ഇഞ്ചിയാണ്. ഇതിനകത്ത് നിന്ന് നമ്മൾ മുറിച്ചെടുത്തിട്ടുമുണ്ട്, ഉണങ്ങിയ ഭാഗങ്ങളൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇതിനകത്ത് എത്ര ഇഞ്ചി ഉണ്ടെന്നുള്ളത് കാണിച്ചു തരാം. ഇതിലിപ്പോൾ പുതിയ ഒരുപാട് തളിർപ്പ് വന്നതുകൊണ്ട് തന്നെ വളരെ ചെറിയ ഇഞ്ചിയാണ് അവിടെയൊക്കെ പുതിയ തളിർപ്പൊക്കെ ഉണ്ടാവുക. എങ്കിലും ഞാനിതൊന്ന് തുറന്ന് കാണിച്ചു തരാം. അതിനുശേഷം നമ്മൾ ഇതുപോലെ തന്നെ നട്ടു വെച്ച് കഴിഞ്ഞാൽ നശിച്ചു പോകുന്നില്ല. ഇതേപോലെ മണ്ണിനകത്ത് നട്ടു കൊടുത്തു കഴിഞ്ഞാൽ ഇത് വീണ്ടും വളർന്നോളും. അപ്പോൾ ഞാനിതിപ്പോൾ തന്നെ എടുത്ത് കാണിച്ചു തരാം. നമ്മൾ നട്ടതിന് ശേഷം പിന്നീട് ഈ മണ്ണിൽ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ മണ്ണ് കുറച്ച് സെറ്റായിട്ടാണ് ഇരിക്കുന്നത്. ഇതിന് അടിവശത്ത് കരിയിലയുണ്ട്, അതൊക്കെ നല്ല പൊടിഞ്ഞ് വന്നിട്ടുണ്ട്, നിറച്ച് വേരുകളാണ്. അപ്പോൾ ഇതിനകത്ത് നിന്ന് എത്ര ഇഞ്ചി കിട്ടുമെന്ന് നമുക്കൊന്ന് നോക്കിയേക്കാം. വളരെ ചെറിയൊരു കഷ്ണം, ഇപ്പം നേരത്തെ ഞാൻ നട്ട് കാണിച്ച ഇഞ്ചിയുടെ അത്ര പോലും വലിപ്പം ഇല്ലാത്തൊരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് നട്ട് കൊടുത്തത്. കണ്ടോ ഓരോ തളിർപ്പിനകത്തും പുതിയ ഇഞ്ചി വളർന്നു വരുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള മൂത്ത ഇഞ്ചിയുടെ ഭാഗങ്ങൾ നമുക്ക് മുറിച്ച് ഉപയോഗിക്കുകയും ചെയ്യാം. ഇതുപോലെ പുതിയ തളിർപ്പ് വരുന്നതിനനുസരിച്ച് പുതിയ പുതിയ ഇഞ്ചികൾ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളും ഇതുപോലെ തന്നെ ഇഞ്ചി കൃഷി ചെയ്ത് നോക്കുക. എന്തായാലും ഇഞ്ചി മുളച്ച് കിട്ടും. അതിനുവേണ്ടി നമ്മൾ കടയിൽ നിന്നും വാങ്ങിക്കുന്ന ഒരു ഇഞ്ചി മാത്രം മതിയാവും.